ഹായ് എവരി വൺ, വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി 2022 ചോദിച്ചിട്ടുള്ള വെൻ ഡയഗ്രത്തിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റഡി ദ ഗിവൺ ഡയഗ്രാം കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ദി നമ്പേഴ്സ് ഇൻ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഇൻഡിക്കേറ്റ് ദ നമ്പേഴ്സ് ഓഫ് പേഴ്സൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് എബോ ഡയഗ്രാം. നമുക്ക് ഇവിടുത്തെ ഡയഗ്രാം നോക്കിയിട്ട് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദ നമ്പർ ഓഫ് മെഡൽ വിന്നേഴ്സ് ഹൂ ആർ ആൾസോ ഓഫ് ഗേൾസ് ഈസ് 27 എന്ന് തന്നിട്ടുണ്ട്. അതായത് മെഡൽ വിന്നറും ആയിരിക്കണം, അതേപോലെ തന്നെ ഗേൾസും ആയിരിക്കണം. പിന്നെന്താണ് ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ജിംനാസ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ടില്ല, ആവരുത് എന്നും പറഞ്ഞിട്ടില്ല ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മെഡൽ വിന്നറും അതേപോലെ തന്നെ ഗേൾസും ആയിരിക്കണം എന്നുള്ള എത്ര ആൾക്കാരെ വരുന്നത്? ഇവിടെ മെഡൽ വിന്നർ വന്നു, ഇവിടെ ഗേൾസ് വന്നു. അപ്പോൾ 16 എന്ന് പറയുമ്പോൾ എന്താണ്? മെഡൽ വിന്നറും ആണ് ഗേൾസും ആണ്. അതേപോലെ തന്നെ 11 ഉണ്ട്. 11 എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് മൂന്നും വരും. മെഡൽ വിന്നറും ഗേൾസും ജിംനാസ്റ്റും ആയിരിക്കും. അപ്പം നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഗേൾസും ആയിരിക്കണം, മെഡൽ വിന്നറും ആയിരിക്കണം, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ജിംനാസ്റ്റ് ആവരുതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. 16ഉം 11ഉം ആഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടി? 16 + 11 എന്ന് പറയുമ്പോൾ എത്രയാണ്? 27 അല്ലേ? അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടി ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്തപ്പോൾ തന്നെ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്? അതേപോലെ തന്നെ സ്റ്റഡി ദ ഗിവൺ ഡയഗ്രാം കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ദ നമ്പേഴ്സ് ഇൻ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് പേഴ്സൺസ്. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പർ എന്ന് പറയുമ്പോൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? എത്ര ആൾക്കാരുണ്ട്, എത്ര പേഴ്സൺസ് ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി സച്ച് അക്കൗണ്ടന്റ് ആർ ദർ ഹൂ ആർ ആൾസോ ഓഫ് ബില്ലിംഗ്വൽസ്? അപ്പം നമുക്ക് നോക്കാം. അക്കൗണ്ടന്റും ആയിരിക്കണം, അതേപോലെ തന്നെ ബില്ലിംഗ്വൽസും ആയിരിക്കണം. എത്ര പേരാണ് വരുന്നത് നോക്കാം. അക്കൗണ്ടന്റ് ഇത്, ബില്ലിംഗ്വൽസ് ഇത്. എത്ര പേരാണ് വരിക? 9 വരും. പിന്നെ അതേപോലെ എന്താ 15ഉം വരില്ലേ? 15 3 ഉണ്ട്, മെയിൽസും ഉണ്ട്. പക്ഷെ നമുക്ക് 9ഉം 15ഉം ആഡ് ചെയ്യാം. കാരണം എന്താണ്? മെയിൽസ് അല്ല എന്ന് പറഞ്ഞിട്ടില്ല നമ്മളുടെ അടുത്ത്. അപ്പോൾ അക്കൗണ്ടന്റും ആയിരിക്കണം, ബില്ലിംഗ്വൽസും ആയിരിക്കണം, അതേപോലെ തന്നെ മെയിൽസ് അല്ല എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം എടുത്ത പോലെ തന്നെ ഇത് രണ്ടും ആഡ് ചെയ്യാം. 15 + 9 എന്ന് പറയുമ്പോൾ എത്രയാണ്? 9ഉം 5 എന്ന് പറയുമ്പോൾ 14 അല്ലേ? 1 24 വരും. 24 എന്ന് പറയുമ്പം രണ്ടാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അതേപോലെ തന്നെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല എന്താണ്. ഇവിടെ ABCD എന്ന് ലെറ്റേഴ്സാണ് തന്നിട്ടുള്ളത്. അത് കുറച്ച് കൺഫ്യൂഷൻ വരും നമുക്ക്. എന്നാലും നോക്കാം. സ്റ്റഡി ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോസ്. എ എന്ന് പറയുമ്പോൾ എന്താണ്? അക്കാഡമിഷ്യൻ ആയിരിക്കും. അതേപോലെ തന്നെ ഇ എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് ആയിരിക്കും. ഡി എന്ന് പറയുമ്പോൾ വുമൺ ആയിരിക്കും. ബി എന്ന് പറയുമ്പോൾ എന്താണ്? മെൻ ആയിരിക്കും. സി എന്ന് പറയുമ്പോൾ ഡോക്ടർ ആയിരിക്കും. ദ നമ്പേഴ്സ് ഇൻസൈഡ് ദ ഷേപ്പ് ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് റെസ്പെക്റ്റീവ് പേഴ്സൺസ്. അതായത് ഓരോ നമ്പർ സൂചിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ എത്ര പേര് അവിടെ ഉണ്ട് എന്നാണ്. പിന്നെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ സം ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ദി ഫോളോയിങ്? നമുക്കിവിടെ തന്നെ ഈ 3 കാര്യങ്ങളുടെ ടോട്ടൽ എടുക്കണം. ഫസ്റ്റ് എന്താണ്? വുമൺ, അക്കാഡമിഷ്യൻ, ഹൂ ആർ ടീച്ചേഴ്സ്. അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ്?
വുമനുമായിരിക്കണം, അക്കാഡമിഷ്യനുമായിരിക്കണം, ടീച്ചേഴ്സുമായിട്ടുള്ള എത്ര പേരുണ്ട് നമുക്ക് നോക്കാം. വുമൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഡി എവിടെ? ഇവിടെ ഡി വന്നു. പിന്നെ അതേപോലെ തന്നെ അക്കാഡമിഷ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്? എ അല്ലേ? എ വന്നു. പിന്നെന്താണ്? ടീച്ചേഴ്സ് ഇ. ഇതിൽ മൂന്നിലും കോമൺ ആയിട്ട് വരുന്ന എത്രയാണ്? 19 അല്ലേ? 19 നോക്കുമ്പോൾ ഡിയിലും ഉണ്ട്, 19 എയിലും ഉണ്ട്, 19 ഇയിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഇത് 19 ആയിട്ട് എടുക്കാം. 19. അടുത്ത എന്താണ് കൊടുത്തിട്ടുള്ളത്? ടീച്ചേഴ്സ് ഹൂ ആർ ഡോക്ടേഴ്സ്. ടീച്ചറും ഡോക്ടറുമായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം. ടീച്ചർ ഏതായിരുന്നു? ഇ അല്ലേ? ടീച്ചർ ഇ. പിന്നെന്താണ്? ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ സി. ഇയും സിയും കോമൺ ആയിട്ട് വരുന്ന ഏതാണ്? ഇതല്ലേ ഉള്ളൂ, 20. അപ്പം നമുക്ക് അടുത്തത് 20 ആഡ് ചെയ്യാം. 20. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് എന്താണ്? മെൻ ഹൂ ആർ നെയ്തർ ടീച്ചേഴ്സ് നോർ അക്കാഡമിഷ്യൻ. അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ്? മെൻസ് ആയിരിക്കണം, പക്ഷെ ടീച്ചറും ആവാൻ പാടില്ല, അക്കാഡമിഷ്യനും ആവാൻ പാടില്ല. വെറും മെൻസ് മാത്രമായിട്ടുള്ള എത്ര പേരുണ്ട് എന്നാണ് നോക്കണ്ടേ. നോക്കാം. മെൻ എന്ന് പറയുമ്പോൾ ഏതാണ്? ബി. പിന്നെ അതേപോലെ തന്നെ എന്താണ് അടുത്തത്? ടീച്ചറും ആവാൻ പാടില്ല, അക്കാഡമിഷ്യനും ആവാൻ പാടില്ല. അങ്ങനെ എത്ര പേരെ ഉണ്ടാവുക? നോക്കി നോക്ക്. ടീച്ചർ എന്ന് പറയുമ്പോൾ ഇ വരും. പിന്നെ അതേപോലെ തന്നെ അക്കാഡമിഷ്യൻ എന്ന് പറയുമ്പോൾ എ വരും. എ എന്തായാലും വരുന്നില്ല. എന്തിൽ? ബിയുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്റെ കാര്യം നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഇ ആണെങ്കിൽ 12 വരുന്നുണ്ട്. ഇ ഇല്ലാണ്ട് വരുന്നതോ 28 വരുന്നുള്ളൂ. അപ്പം നമുക്ക് 28 ഇവിടെ ആഡ് ചെയ്യാം. 28. അപ്പം എത്രയാണ് ഇതിൻ്റെ ടോട്ടൽ വരിക? 20ഉം 28ഉം 48 അല്ലേ? 48. പിന്നെ 19 ഉണ്ടാവും. 8 8ഉം 16, 16 1 17 7 സിസ്റ്റം 1 5 6 67 ടോട്ടൽ വരുന്നത്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ കറക്റ്റ് വരുന്നത്? ഓപ്ഷൻ ഡി. 4ാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റഡി ദ ഗിവൺ ഡയഗ്രാം കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ദി നമ്പേഴ്സ് ഇൻ different sections indicate the number of person who like different dry fruits during snack time. How many people like hazelnut but not cashew? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഹസൽനട്ട് ഇഷ്ടപ്പെടുന്നവരും അതേപോലെ തന്നെ കാഷ്യൂ ഇഷ്ടപ്പെടാത്തവരുമായിട്ടുള്ള ആളുകളുടെ എണ്ണമാണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കിവിടെ ഡയഗ്രാം നോക്കാം. ക്വസ്റ്റ്യനിൽ ഹസൽനട്ടും ഉണ്ട്, അതേപോലെ തന്നെ കാഷ്യൂ ഉണ്ട്. കാഷ്യൂ കഴിക്കാത്തവരുടെ എണ്ണമാണ്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം കാഷ്യൂ മാർക്ക് ചെയ്യുക, പിന്നെ ഹസൽനട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ 120 എന്ന് പറയുമ്പോൾ എന്താണ്? ഹസൽനട്ട് മാത്രം കഴിക്കുന്നവരുടെ എണ്ണല്ലേ? 120 എന്ന് പറയുമ്പോൾ ഹസൽനട്ട് മാത്രം കഴിക്കുന്നവരുടെ എണ്ണം. അതേപോലെ തന്നെ ഇവിടെ എല്ലാം കാഷ്യൂ വരുന്നുണ്ട്. കാഷ്യൂ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്ര എന്തായാലും വരില്ല. പിന്നെ 19 എന്ന് പറയുമ്പോൾ എന്താണ്? ഹസൽനട്ടും കഴിക്കും, അതേപോലെ തന്നെ ആൽമണ്ടും കഴിക്കും. അപ്പോൾ അതും നമുക്ക് ആഡ് ചെയ്യാം. ആൽമണ്ട് പറ്റൂല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യണം. അല്ലാണ്ട് വെറുതെ നമ്മൾ ഹസൽനട്ട് മാത്രം കഴിക്കുന്നവരാണ് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. 3ാമത്തെ ഓപ്ഷൻ ഉണ്ട് 120. അത് അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും.
അപ്പോൾ നമുക്ക് ഇത് രണ്ടും ആഡ് ചെയ്യണം. 120 + 19 എന്ന് പറയുമ്പോൾ എത്രയാണ്? 139 അല്ലേ വരിക? അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ 139 വരിക. 139 ഓപ്ഷൻ അല്ലേ? രണ്ടാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ, 139. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റഡി ദ ഗിവൺ ഡയഗ്രാം കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ദ നമ്പേഴ്സ് ഇൻ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് പേഴ്സൺസ്. അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്? ഓരോ സെക്ഷനിലുള്ള നമ്പറും എത്ര ആൾക്കാരുണ്ട് എന്നുള്ള എണ്ണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് എബോ ഡയഗ്രാം. ഇവിടെ തന്നിട്ടുള്ള ഡയഗ്രാം വെച്ചിട്ട് ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്. നമുക്ക് ഇതേപോലത്തെ ഒരു പ്രോബ്ലത്തിൽ ഡയറക്റ്റ് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റ് ആയിരുന്നു. നമുക്ക് നോക്കി നോക്കാം അങ്ങനെ തന്നെയാണ് വരുന്നതെന്ന്. ദ നമ്പർ ഓഫ് കോഫി ലവേഴ്സ് ഹൂ ആർ ബോത്ത് ഗ്രാജുവേറ്റ് ആൻഡ് സോൾജിയർ ഈസ് 90. അതായത് കോഫി ലവറും ആയിരിക്കണം, ഗ്രാജുവേറ്റും ആയിരിക്കണം, സോൾജിയറും ആയിരിക്കണം. എണ്ണം എത്രയാണ്? 90 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ശരിയാണോ എന്ന്. കോഫി ലവർ, സോൾജിയർ, ഗ്രാജുവേറ്റ്, അത് 3 വരുന്ന എത്രയാണുള്ളത്? നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? നടുക്കത്തെ മാത്രമല്ലേ 3ലും വരുള്ളൂ. നമ്മളിതിൻ്റെ ഒരു മോഡൽ ബേസിക്സിൽ നോക്കിയതാണ്. 52 3ലും വരുന്നത്. പക്ഷെ നമുക്ക് 90 തന്നു. അപ്പോൾ ഇത് റോങ് ആണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ നമ്പർ ഓഫ് ഗ്രാജുവേറ്റ് ഹൂ ആർ ആൾസോ കോഫി ലവർ ബട്ട് നോട്ട് സോൾജിയർ ഈസ് 65. അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ്? ഗ്രാജുവേറ്റ് ആയിരിക്കണം, കോഫി ലവർ ആയിരിക്കണം, പക്ഷേ സോൾജിയർ ആവാൻ പാടില്ല. നോക്കാം. കോഫി ലവർ, ഗ്രാജുവേറ്റ്, സോൾജിയർ ആവാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. കോഫി ലവറും ഗ്രാജുവേറ്റും വരുന്നത് 65. ബാക്കി ഇത്രയും ഭാഗം എന്തായാലും വരില്ല. കാരണം എന്താണ്? സോൾജിയർ ആണ് ഇത്രയും ഭാഗം. പിന്നെ 27 കോഫി ലവർ മാത്രമേ ഉള്ളൂ, 49 ഗ്രാജുവേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 65 വരുന്നത് രണ്ടാമത്തതിൻ്റെ. അത് കറക്റ്റാണ്. 65 തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ കറക്റ്റാണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്? സ്റ്റഡി ദ ഗിവൺ ഡയഗ്രാം കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ദ നമ്പേഴ്സ് ഇൻ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് പേഴ്സൺസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് എബോ ഡയഗ്രാം. ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ഇവിടുത്തെ ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തന്നിട്ടുള്ളത്? ദ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഹൂ ആർ ബോത്ത് റൈറ്റേഴ്സ് ആൻഡ് പോയറ്റ്സ്. ടീച്ചർ ആയിരിക്കണം, റൈറ്റേഴ്സ് ആയിരിക്കണം, അതേപോലെ തന്നെ പോയറ്റ്സ് ആയിരിക്കണം. ഇത് 3 വരുന്ന ആളുകളുടെ എണ്ണമാണ് 20 എന്ന് തന്നിട്ടുള്ളത്. നോക്കാം കറക്റ്റ് ആണോ എന്ന്. പോയറ്റ്സ് വരുന്നുണ്ട്, ടീച്ചേഴ്സ് വരുന്നുണ്ട്, റൈറ്റേഴ്സ് വരുന്നുണ്ട്. 20 3ലും വരുന്നില്ല 20. അപ്പോൾ കറക്റ്റാണ്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം ആൻസറിൽ എത്താൻ പറ്റി. ചിലപ്പോൾ നമുക്ക് ലാസ്റ്റത്തെ ആയിരിക്കും കറക്റ്റ്. അപ്പോൾ നമ്മളെല്ലാ സ്റ്റേറ്റ്മെൻറ്റ് നോക്കേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് ഇത്ര ക്വസ്റ്റ്യൻസാണ് നോക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.